അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വലങ്കൈയായ ചാർലി കിർക്കിനെ കഴിഞ്ഞ ബുധനാഴ്ച വെടിവെച്ച് കൊന്നു. യു എസിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പല പ്രസിഡന്റുമാരും വെടിയേറ്റ് മരിച്ച സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ രണ്ടാമത്തെ പ്രാവശ്യം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരാൾ വെടിവെച്ചു. ആ ക്രൗഡിൽ നിന്ന് ഒരാൾ വെടിവെച്ചു. അദ്ദേഹം ആ വെടിയുതിർത്ത സമയം അദ്ദേഹം തല അല്പം അങ്ങോട്ട് മാറി ചെരിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ സൈഡിൽ കൂടെ ആ വെടിയുണ്ട കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഗാർഡ് കമാൻഡോസ് പെട്ടെന്ന് മൂടിപ്പൊതിഞ്ഞ് അദ്ദേഹത്തിനെ അവിടെ കിടത്തി. സംഭവങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വെടിവെക്കുക വളരെ സാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ട്രംപിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യേക കാരണക്കാരൻ ചാർലി കിർക്ക് എന്ന 31 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ബുധനാഴ്ച യൂട്ടാ സ്റ്റേറ്റിലെ യൂട്ടാ വാലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 3000-ഓളം കുട്ടികളുടെ മുമ്പിൽ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. 31 വയസ്സുകാരനായ ചാർലി കിർക്ക് യു എസ് പ്രസിഡൻ്റ് ഇപ്പോഴത്തെ രണ്ടാമത്തെ സ്ഥാനലബ്ധിയിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ്. മരിച്ച് അറിഞ്ഞ ഉടൻ തന്നെ പ്രസിഡൻഷ്യൽ ഓഫ് ഫ്രീഡം ട്രംപ് മരണാനന്തര ബഹുമതിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ആണ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് തന്നെയല്ല, യു എസ് വൈസ് പ്രസിഡൻറ്റ് അദ്ദേഹവും ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ വീട് ഇന്നലെ സന്ദർശിക്കുകയും ചെയ്തു. ചാർലി കിർക്കിൻ്റെ വീട്ടിലെത്തി യു എസ് വൈസ് പ്രസിഡൻറ്റ്, കാരണം അദ്ദേഹം ഭാര്യ ഇന്ത്യക്കാരിയാണ്, ഉഷ, അവരുടെ പേരൻസ് എല്ലാം ഇന്ത്യയിൽ നിന്ന് പോയവരാണ്. യു എസ് വൈസ് പ്രസിഡന്റ് JD വാൻസും ഭാര്യയും കിർക്കിൻ്റെ വീട്ടിലെത്തി കണ്ടോളൻസ് രേഖപ്പെടുത്തിയ രംഗവും ഒക്കെ നമുക്ക് ഇന്നലെ ചാനലിൽ അല്ലെങ്കിൽ അമേരിക്കൻ വാർത്താവിനിമയത്തിൽ കൂടെ നമ്മൾ കണ്ടു. ഗൺ വയലൻസ് വളരെയധികം കൂടിയ ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. ആ ക്യാമ്പസിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു വെള്ള ടീഷർട്ടും ഇട്ട് അദ്ദേഹം അവിടെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടായിരുന്നു സംവദിച്ചുകൊണ്ടിരുന്നത്. 3000-ഓളം കുട്ടികളുണ്ട്. അദ്ദേഹത്തിന് യൂട്ടാ സർവകലാശാല ക്യാമ്പസിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒപ്പുശേഖരണം നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും ആ ഒപ്പുശേഖരണം നടത്തിയിട്ടും അദ്ദേഹം അവിടെ വന്ന് സംവദിച്ചു. അടുത്ത കാലത്ത് അദ്ദേഹം ദക്ഷിണ കൊറിയയിലും ജപ്പാനിലൊക്കെ കുടിയേറ്റ വിരുദ്ധ പരിപാടികളിൽ പങ്കെടുക്കും. ജപ്പാനിൽ ധാരാളം കുടിയേറ്റങ്ങളുണ്ട്. കാരണം അവിടെ പ്രായമുള്ളവരുടെ ഒരു ലോകമായി മാറിക്കഴിഞ്ഞു. ചെറുപ്പക്കാരില്ല, കുട്ടികൾ അവിടെ ഉണ്ടാകുന്നില്ല. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും അവിടെ കുടിയേറാൻ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ, അവർക്കതിന് കഴിയുന്നില്ല. എല്ലാവരും ഒരു വിദേശ രാജ്യത്തെ ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ റെഡിയാണ്. അനധികൃതമായി അവരെല്ലാം സ്വീകരിക്കാം. അവരുടെ സ്ഥാപനങ്ങൾ നടത്താൻ ആളില്ല. കേരളത്തിൽ നിന്നുള്ളവർ വരെ അവിടെ കുടിയേറിയിട്ടുണ്ട്. അതുതന്നെ അദ്ദേഹം ഈ കിർക്കിൻ്റെ കഴുത്തിനാണ് വെടിയേറ്റത്. ഒറ്റ വെടി, ഒരു ബുള്ളറ്റ് കഴുത്തിൽ കൂടെ കടന്നുപോയി. വളരെ ഷാർപ്പ് ഷൂട്ടറായിരുന്നിരിക്കണം. അവിടുത്തെ ആ ക്യാമ്പസിനകത്ത് ഒരു 2ാം നിലയിൽ നിന്നാണ് വെടിയുതിർത്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പസിലുള്ള യൂട്ടാ സർവകലാശാലയിലുള്ള ഒരു അംഗമാകാനും നേരത്തെ ഒപ്പുശേഖരണത്തിന് മുൻനിരയിൽ നിന്ന ആളുമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 31 വയസ്സുകാരൻ ഇയാൾ ടേണിംഗ് പോയിൻ്റ് എന്നൊരു സംഘടന 2016 ഉണ്ടാക്കി ട്രംപിനെ അനുകൂലിച്ച് പ്രസംഗിച്ചുകൊണ്ടേ നടന്നു. സമയമധ്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി 2009 ആരംഭിച്ച ചാർലി കിർക്ക് ഷോ 2019 വലിയ സ്വാധീനമുണ്ട്. അതിനകത്ത് ധാരാളം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ടോക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. ചാർലി കിർക്ക് ഷോ എന്നാണ് അതിന് പറയുന്നത്. പ്രസിഡന്റ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് എന്നൊരു സംഘടന ഉണ്ടാക്കി 2016.
രണ്ടാമത്തെ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയായിരുന്നു. തീവ്ര വംശീയ നിലപാടുകളുള്ള ഒരു വ്യക്തി തന്നെയാണ് കിർക്ക്. ട്രാൻസ്ജെൻഡർ വിരുദ്ധ പ്രസ്താവന അദ്ദേഹം വളരെയധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറുകളിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരിൽ ആണ് അമേരിക്കയിലെ പല സ്ഥലത്തും അവർ തന്നെയാണ് വെടിയുതിർക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ്. സംശയിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഇപ്പം FBI പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റാണോ ഇല്ലെന്ന് അറിയില്ല. 1-2 പേരെ കസ്റ്റഡിയിലെടുത്തവരെയും ഇപ്പം വിട്ടുകഴിഞ്ഞു. 3000 പേരെ അവിടെ ചോദ്യോത്തരത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കസേരയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് വെടിയേറ്റത്. ഹാൻഡ് ഹെൽഡായിട്ടുള്ള മൈക്രോഫോൺ, വയർലെസ് മൈക്രോഫോൺ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതും മറുപടി പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം, കാണുകയും ചെയ്യാം. ആ സമയത്ത് അദ്ദേഹത്തിന് കഴുത്തിൽ ഒരു വെടി ഏറ്റു. അദ്ദേഹം കഴുത്ത് പുറകോട്ട് മടക്കി മറിഞ്ഞ് വീഴുന്നത് നമ്മൾ കണ്ടു. ഒറ്റ വെടിക്ക് അദ്ദേഹത്തിനെ കൊന്നുകളയുകയും ചെയ്തു. തീവ്ര വംശീയ നിലപാടുള്ള അദ്ദേഹത്തിനെ ആരാണ് വെടിവെച്ചതെന്ന് അറിയത്തില്ല. അമേരിക്കൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് അതിശക്തമായ നടപടി അദ്ദേഹം പല സന്ദർഭത്തിലും പ്രസംഗത്തിലും സംവാദത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഈ സർവകലാശാലയുടെ അവിടുത്തെ ഗവർണർ, അല്ലെങ്കിൽ സർവകലാശാല ഇരിക്കുന്ന യൂട്ട സ്റ്റേറ്റിൻ്റെ ഗവർണർ, അദ്ദേഹം സ്പെൻസർ കോക്സ്, അമേരിക്കയുടെ ഒരു കറുത്ത ദിനമാണ് തന്നെയാണ് ഈ വെടിയേറ്റ ദിനം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഹാൻഡ് ഹെൽഡ് മൈക്രോഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം അടുത്ത് വെടി ഉതിർക്കുന്നതിനെ പറ്റിയുള്ളൊരു ചോദ്യത്തിന് മറുപടി പറയുന്ന സന്ദർഭത്തിൽ തന്നെയാണ് വെടിയേറ്റെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും എ മാർട്ടയർ ഫോർ ട്രൂത്ത് ആൻഡ് ഫ്രീഡം എന്നാണ് ആ ഗൺ വയലൻസിന് എതിരായിട്ട് സ്പെൻസർ കോക്സ് പറഞ്ഞ വാക്കുകൾ. എ മാർട്ടയർ ഫോർ ട്രൂത്ത് ആൻഡ് ഫ്രീഡം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു വാക്ക് തന്നെയാണത്. അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും അത്യുന്നതമായ ഒരു ബഹുമതി കൊടുത്തു. എങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെയധികം വെടിവെപ്പുകൾ നമ്മൾ പല സന്ദർഭത്തിലും പല സ്റ്റേറ്റുകളും കേൾക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് അമേരിക്കയെ പാർത്തവർ പലരും വലിയ പൊസിഷനിരിക്കുന്നവർക്കും വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലുള്ള ഒരു ബുദ്ധിജീവി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടുത്ത കാലത്ത് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഇതുപോലുള്ള സംഭവങ്ങൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അമേരിക്കക്കാർ പൊതുവേ അവരുടെ രാജ്യത്തിലേക്ക് ആളെ കയറ്റുന്നതിന് ഇപ്പോഴത്തെ അവിടുത്തെ യൂത്ത് ഇൽപ്പെട്ട ആൾക്കാർ എതിരാണ്. അവർക്ക് 2 സെക്സേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസംഗത്തിലൊക്കെ കണ്ടു. സ്ത്രീയും പുരുഷനും, അല്ലാതെ മൂന്നാമതൊരു ജെൻഡർ ഇല്ല അവരുടെ ഭരണഘടനയെന്ന് അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതുപോലെ കർക്കിൻ്റെ 31 വയസ്സേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ പല സ്ഥലത്തും കൂടുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളും ഇതുപോലുള്ള സംവാദത്തിൽ അദ്ദേഹം പോകുന്നുണ്ട്. ഗൺ വയലൻസിനെ പറ്റി ഒരു ഡിബേറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ അതിനെപ്പറ്റി ഒരു ചോദ്യം ഒരു പെൺകുട്ടി ചോദിച്ച് ഉത്തരം പറയുന്നതിനിടയ്ക്ക് തന്നെയാണ് ആ വെടിയേറ്റത്. ഏതായാലും ലോകത്തിലെ രാഷ്ട്രീയ സ്ഥിതികൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാരണം അമേരിക്കയുടെ മോണോപ്പൊളി, അമേരിക്കൻ ലോക പോലീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്നതും ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള അമേരിക്കൻ ഡോളറിൻ്റെ ശക്തിയൊക്കെ അന്നും ഇന്നും നിലനിൽക്കുകയാണ്. എങ്കിൽ തന്നെയും രാഷ്ട്രീയമായ ഒരു ചേരിതിരിവ് ഇപ്പം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ സൗഹൃദം റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്നുള്ള ഒരു സൗഹൃദം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിലെ രാജ്യങ്ങളായ ഈ 3 രാജ്യങ്ങളിലൊപ്പം ജപ്പാനും ചേർന്നിട്ടുണ്ട്. അതൊരു സൈനിക പൊളിറ്റിക്കൽ രാഷ്ട്രീയ ശക്തിയായിട്ട് തന്നെ വളർന്നു മുന്നോട്ട് വരുന്നു എന്നാണ് തോന്നുന്നത്. അമേരിക്ക ഈ 3 രാജ്യങ്ങൾക്കും അവരുടെ പല രാഷ്ട്രീയ തീരുമാനത്തിലും എതിര് പറഞ്ഞിട്ടുണ്ട്. ടാക്സിൻ്റെ കാര്യത്തിലും ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ അവർക്ക് അനുകൂലമായിട്ടും നമുക്ക് ഈ 3 രാഷ്ട്രങ്ങൾക്കും പ്രതികൂലമായ തീരുമാനങ്ങൾ US പ്രസിഡന്റ് എടുക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡിയും അതുപോലെ ചൈനയുടെ പ്രൈം മിനിസ്റ്ററും റഷ്യൻ പ്രസിഡന്റ് പുടിനും കൂടെ ചേർന്നിട്ട് അടുത്ത കാലത്ത് ചൈനയിൽ വെച്ചുണ്ടായ ഒരു സമ്മേളനത്തിൽ
ഇന്ത്യയുമായിട്ട് ചൈന കൂടുതൽ അടുക്കുന്നു. അവർ ഇന്ത്യയുമായിട്ട് സാംസ്കാരികമായി നമ്മൾ ആലോചിക്കണം. BC അല്ലെങ്കിൽ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യയാണ് ഒറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സാംസ്കാരികമായ നമ്മുടെ നിലവാരം നമ്മളും ഗ്രീക്കുമായിരുന്നു അന്ന്. ആ സന്ദർഭത്തിൽ ചൈനയിൽ നിന്ന് വളരെയധികം ആൾക്കാർ ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നു. ബുദ്ധമതത്തിൻ്റെ അനുയായികൾ ധാരാളം പേര് ഇന്നും ചൈനയിലുണ്ട്. ഏഷ്യൻ കൺട്രികളെല്ലാം ബുദ്ധമതം പ്രചരിപ്പിച്ച ഇന്ത്യയിൽ നിന്നാണ്. ആ സാംസ്കാരികമായ ഇന്ത്യയുടെ അന്നത്തെ കാലത്തെ നവോത്ഥാനത്തിൻ്റെ സമയത്ത് റഷ്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഏഷ്യയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നു. ബുദ്ധമതം ആ രാജ്യങ്ങളെല്ലാം പ്രചരിച്ചു. ബർമയിലും ചൈനയിലും ജപ്പാനിലൊക്കെ സിലോണിലൊക്കെ ബുദ്ധമതം, ലാവോസിലും കൊറിയയിലും തായ്ലൻഡിലും ഒക്കെ ബുദ്ധമതത്തിൻ്റെ ശക്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. പുതിയ ഈ കൂട്ടുകെട്ട് തീർച്ചയായിട്ടും ലോകത്തിന് ഒരു മാതൃക തന്നെ ആണ്. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ പലരുടെയും ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ട് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി. യൂറോപ്പിലെ പല രാജ്യങ്ങളും ലോകമഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായി തകർന്നു. അമേരിക്കയുടെ ഒപ്പം നിന്നിരുന്ന പല രാഷ്ട്രങ്ങളും ഇപ്പോൾ റിബൽ സംഭവങ്ങളിലേക്ക് മാറി തുടങ്ങി. അമേരിക്കയുടെ സാമ്പത്തികമായ ശക്തിയുടെ ക്ഷയം ആരംഭിച്ചു എന്ന് തോന്നുന്നു. കാരണം ഈ 3 ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ 3 രാഷ്ട്രങ്ങളും ഒന്നിച്ച് അമേരിക്കയ്ക്കെതിരായി നീങ്ങുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത് പുതിയൊരു പവറിൻ്റെ ഉദയം അത് ഇസ്രായേലിൻ്റെയാണ്. ഇസ്രായേലിനെ ആധുനികമായ അവരുടെ സൈനിക ഉപകരണങ്ങളും വ്യോമോപകരണങ്ങളും ഒക്കെ അവരുടെ വീട്ടിലിരുന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എത്തിക്കത്തക്ക രീതിയിൽ സൈനികമായി ഇസ്രായേൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഖത്തറിനെ ആക്രമിച്ചത് നമ്മൾ കണ്ടു. ഏതായാലും ഹമാസ് വിട്ടുകൊടുക്കില്ല, ഹമാസ് ഇസ്രായേലിൻ്റെ ഭാഗമാക്കും എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയം. അവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻകാർ അവിടെയുള്ള സെറ്റിലേഴ്സ് ഹമാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് വിട്ടുപോകണം. അവിടെയാണ് ഇസ്രായേൽ ടാർഗറ്റ്. അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാർഗറ്റ് അവിടുത്തെ ജനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ തന്നെയാണ്. ആ ഏരിയ മുഴുവൻ അവർ കീഴടക്കാനുള്ള ശ്രമത്തിൽ തന്നെ അതിനെതിരെ നിൽക്കുന്ന ഹമാസ് നേതാക്കന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായ ഇപ്പോഴത്തെ ഏകദേശം 5 നേതാക്കളിൽ 2 പേര് ഖത്തറുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണമായിട്ട് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവിടെ ആക്രമിച്ചത്. 5 പേരെ കൊലപ്പെടുത്തിയെങ്കിലും ഹമാസിൻ്റെ നേതാക്കന്മാർ 2 പേരുണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. ഇസ്രായേൽ അതിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഏതായാലും ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം കരുതി അവർക്കെതിരായിട്ട് നീങ്ങുന്ന പാലസ്തീൻകാരെ കൊന്നൊടുക്കും. അതിനുള്ളൊരു ശ്രമമാണ്. ആ ഏരിയ മുഴുവൻ തങ്ങളുടെയാണെന്ന് അവർ വെട്ടിപ്പിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിലെ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയപരമായ ലോകരാഷ്ട്രങ്ങളിൽ 3 പേരുടെ നീക്കം അത്യന്തം പ്രാധാന്യമുള്ളത് തന്നെയാണ്. ലോകത്തിലെ ഒരു പുതിയ ശാക്തി ചേരിക വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തികമായി ഈ 3 രാഷ്ട്രങ്ങളും അമേരിക്കൻ സാമ്പത്തിക നയത്തിനെതിരാണ്. അതുകൊണ്ട് ഈ 3 രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ശക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് ദൂഷ്യം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അമേരിക്കൻ യൂത്തുകളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ വംശീയമായ അവരുടെ നിറം, അവിടെ മറ്റുള്ള രാഷ്ട്രത്തിലുള്ളവർ അവിടെ ചേക്കേറുന്നതിന് ഇവരെല്ലാം എതിർപ്പാണ്. ട്രംപിൻ്റെ കുറേയധികം നയങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കാരണം ട്രംപിനെ 2ാമത് ജയിപ്പിച്ച കിർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവിടെ ഇപ്പം കൊലപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിനും അമേരിക്കൻ രാഷ്ട്രീയത്തിനും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഒരു ത്രെട്ട് തന്നെയാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ അമേരിക്കയിൽ കൂടുതലായി ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കിർക്കിൻ്റെ വെടിവെച്ച ആളെ FBI ഉടൻ തന്നെ പിടിക്കപ്പെടും എന്നാണ്. പക്ഷേ യാതൊരു ഐഡിയ ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും ഒരു ഉദ്ദേശം അവർക്കുണ്ട്. ആ ക്യാമ്പസിലെ അകത്തുനിന്നാണ് വെടിയുതിർത്തത്. 3000 പേരിലെ മിക്കവാറും എല്ലാം സ്കാൻ ചെയ്ത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അടുത്ത ദിവസം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.